ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതും വട്ടയപ്പമാണ്. അപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുത്ത് വെള്ളത്തിലിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളൊരു 6 മണിക്കൂർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അരി നന്നായിട്ട് കഴുകിയ ശേഷമാണ് വെള്ളത്തിലിട്ട് കുതിർത്തിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഇനി കഴുകണമെന്നില്ല. അപ്പോൾ നമ്മളിത് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവാണ്. ഞാനിവിടെ 1 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് അരക്കാം. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി ഒന്നിച്ചാണ് അരയ്ക്കുന്നത്. കൂടുതലുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പായിട്ട് അടിച്ചെടുക്കാം. ജീരകവും ഏലക്കയും പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ പൊടിച്ച് വെച്ചിരിക്കുന്നതും 2ആയിട്ട് തന്നെ നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഈസ്റ്റ് കുറച്ച് ചൂടുവെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്യാൻ പോകുന്നത് ശർക്കര ചേർത്തിട്ടാണ്, ശർക്കര പാനി ചേർത്തിട്ടാണ്. അപ്പോൾ പഞ്ചസാര ആണെങ്കിൽ നമുക്കിവിടെ ഇപ്പോൾ ഒരൽപ്പം പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് വെക്കാം. ഇത് നമ്മൾ വട്ടയപ്പത്തിൽ ചേർക്കാൻ വേണ്ടി അരി ചെറിയ നുറുക്ക് അരിയാക്കിയിട്ട് അത് സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മൾ പാത്രത്തിൽ വെച്ച് കുറുക്കാക്കി എടുക്കുകയാണ്. ഇത് കുറുക്കിയെടുത്ത് അതിൽ ചേർത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇത് പൊന്തി കിട്ടുകയും കാര്യങ്ങളും ചെയ്യും, നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും. അതിന് വേണ്ടിയാണ് നമ്മളിത് ചേർക്കുന്നത്. എല്ലാവരും ചേർക്കാറില്ല, പക്ഷേ ഞങ്ങൾ അങ്കമാലിക്കാരൊക്കെ ഇതൊക്കെ ചേർത്താണ് വട്ടയപ്പം കാര്യങ്ങളൊക്കെ ശരിയാക്കുന്നത്. പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പെരുന്നാളുകൾക്ക് വിശേഷ പലഹാരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് വട്ടയപ്പം. ഇതിപ്പോൾ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന കുറുക്കാണ്, മറ്റേ ചെറിയ അരി നുറുക്കരി കുറുക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അതിലേക്ക് ചേർക്കാം. ഈസ്റ്റ് ചെറു ചൂടുവെള്ളത്തിലിട്ട് കലക്കി വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ശർക്കര പാനി. ഇത് നമ്മൾ ശർക്കര പാനി ചക്കട കാര്യങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ഉരുക്കിയിട്ട് അതിൽ നിന്ന് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഉരുക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ നേരത്ത് ഉരുക്കാനും പിന്നെ അത് ചൂടാറിയാലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉരുക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് യൂസ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർക്കുന്നത് മധുരം അനുസരിച്ച് ചെയ്യാം. അപ്പം നമ്മുടെ മധുരം അനുസരിച്ച് വേണം അത് ചേർക്കാൻ. അതക്കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പത്തിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അരയ്ക്കുമ്പോൾ അരി അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നതെങ്കിൽ അതനുസരിച്ച് മാത്രം വെള്ളം ചേർക്കുക. നമ്മൾ കൂടുതൽ വെള്ളം ചേർത്ത് പോകരുത്. ഇൻ കേസ് നിങ്ങൾക്ക് അങ്ങനെ പറ്റിയാൽ നമുക്കൊരൽപ്പം അരിപ്പൊടി ചേർത്തിട്ട് കറക്റ്റ് ചെയ്താൽ മതിയാവും. ഇത് നമ്മളിനി പൊന്തി കിട്ടാൻ വേണ്ടി എടുത്ത് വെച്ചേക്കാം. അപ്പോൾ ആ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞൊരു 2-3 മണിക്കൂർ കൊണ്ട് ആവും. ഇതിനകത്ത് ഈസ്റ്റ് കുറഞ്ഞു പോയാൽ പൊന്താനായിട്ട് സമയം വൈകും. ഈസ്റ്റ് കറക്റ്റിലാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ പകലല്ലേ, അപ്പോൾ ഇടയ്ക്ക് ഒന്ന് തുറന്നു നോക്കാം എന്തായിരുന്നു. അപ്പോൾ പൊന്തി കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഇത് അടപ്പത്ത് വെച്ച് ശരിയാക്കാം. പിന്നെ നമുക്ക് വെയിലുള്ള സമയമാണെങ്കിൽ ഇത് കലക്കിയെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊന്തി കിട്ടും. അപ്പം ഞങ്ങളിതൊന്ന് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് എടുക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് ടൈം വെയിലത്ത് വെച്ചാൽ ചെറിയ ഈ പാത്രമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പൊന്തി കിട്ടും. അവിടെ വെച്ചിട്ട് ആരും പൊയ്ക്കളയരുത് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലത്ത് വയ്ക്കുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെയിൽ അടിക്കുകയും ചെയ്യണം, എന്നാൽ ഒന്ന് വീഴുകയും ചെയ്യരുത്. അങ്ങനെ ഇങ്ങനത്തെ ഒരു പാത്രമിട്ട് മൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഈ അപ്പം കലക്കി വെച്ചേക്കണതിന് ചെറിയൊരു ചൂട് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് വെയിലത്തേക്ക് വയ്ക്കാം. അപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ചിട്ട് നല്ല വെയിലുള്ള സമയമാണ്, ഭയങ്കര ചൂടാണ് വെയിലിന്. അതുകൊണ്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വെയിലത്ത് വെച്ചു. ആ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഒരു ചെറിയ അനക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പൊന്തി തുടങ്ങാനുള്ളൊരു സാഹചര്യമൊക്കെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുത്തുകൊണ്ടുവന്ന് വീണ്ടും ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. അപ്പോൾ പൊന്തി കിട്ടിയാൽ നമുക്ക് അപ്പം ചൂടാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇതേപോലെ ഒരു മൂടി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മൂടി തന്നെ വെക്കുക. അപ്പോൾ നമ്മളിനി ഒരു അപ്പച്ചമ്പ് അടപ്പത്ത് വെക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക.
വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഓയിൽ തടവ് വെക്കുകയാണ് വേണ്ടത്. അതിലേക്കാണ് നമ്മൾ അപ്പത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മൾ അടപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുന്നത്. പാത്രം അപ്പച്ചെമ്പിലേക്ക് വെച്ചിട്ട് മാവ് കോരി ഒഴിക്കാം. നമ്മളിതൊരു 3/4 പാത്രം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. 20 മിനിറ്റോളം നമ്മൾ വേവിക്കാം. അപ്പോൾ ഇത് മൂടി വയ്ക്കാം. ഇത് നമുക്ക് ഇപ്പോൾ മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്യാഷ്നട്ട് അങ്ങനെ വല്ല സാധനങ്ങളും ഇടണമെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ക്യാഷ്നട്ടും കാര്യങ്ങളും നെയ്യിൽ വറുത്ത് വെച്ചിട്ട് അത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു ഡെക്കറേഷൻ ആവും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ പ്ലെയിനായിട്ട് നമ്മളൊരു 20 മിനിറ്റ് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു സ്റ്റിക്ക് എടുത്ത് കുത്തി നോക്കാം. അപ്പോൾ ആ സ്റ്റിക്കുമ്പോൾ പിടിക്കണില്ലെങ്കിൽ നമ്മളുടെ സംഭവം അപ്പം വെന്തിട്ടുണ്ടെന്ന് ഓക്കെയാണ്. അപ്പോൾ അതനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ നമ്മളുടെ മാവ് പൊങ്ങിയിരിക്കുന്നതാണ്. ഒരു അപ്പത്തിന് നമ്മൾ ഒഴിച്ചു. അപ്പോൾ ബാക്കിയിരിക്കുന്നതാണ്. ഇതിനകത്ത് ചിലരിത് ഇളക്കിയെടുത്തിട്ട് എടുക്കും. നമ്മൾ ഇളക്കാതെ തന്നെ അതിൻ്റെ പൊന്തി വന്ന് തെളിയെടുത്താണ് വെക്കുന്നത്. കാരണം തെളി എടുത്ത് ആ പൊന്തിയത് എടുത്ത് വെച്ചാൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ ആ പൊന്തി വന്നത് എടുത്ത് ഒഴിച്ചത്. ചിലർ ഇളക്കി ഒഴിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തുറന്ന് നോക്കാം അപ്പം എന്തായോ പാകായോ എന്ന്. പിന്നെ നമുക്കൊരു സ്റ്റിക്ക് എടുത്തൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ഓക്കെയാണ്. ഇതുമേ ഒന്നും പിടിച്ചിട്ടില്ല, കാര്യങ്ങളില്ല. അപ്പോൾ കറക്റ്റായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുത്തു മാറ്റിയ ശേഷം ഇതേപോലെ തന്നെ അടുത്ത പ്ലേറ്റിൽ എടുത്ത് വെക്കാവുന്നതാണ്. ഞാൻ മറ്റൊരു പ്ലേറ്റ് കഴുകി തുടച്ച് അതിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചെയ്യാം. ഇനി നിങ്ങൾക്കിനി ചെറുതായിട്ട് മറ്റേ ഇഡ്ഡലി പാത്രത്തിൽ തന്നെ ആ ഒരു ചെറിയ രീതിയിലുള്ളത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.